സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 6ാം ക്ലാസ് ഖുർആൻ വൽ ഹിഫ്ള് എങ്ങനെയാണ് അത് ഉണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഖുർആനിൻ്റെ ഭാഗമായി നിർദ്ദേശിച്ചത് ഏതാണ്, ഹിഫ്ളിൻ്റെ സൂറത്തുകൾ ഏതാണ്, സൂറത്തുകൾക്ക് പുറമെ വല്ല ദിക്റുകളും വരുമെങ്കിൽ അത് ഏതായിരിക്കും എന്നീ പ്രധാന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാം. ആദ്യം നമുക്ക് മോഡൽ ചോദ്യ പേപ്പർ ഒന്ന് വായിക്കാം, എന്നിട്ട് വിശദീകരിക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ബഖറയിലെ 185-ാം ആയത്ത് പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കാം. കുറഞ്ഞ ഭാഗമാണ് നമ്മളോട് ഓദിപ്പിക്കുക. ഓരോ കുട്ടിയും ഉസ്താദിൻ്റെ അടുത്ത് പോയി ഓതി കൊടുക്കണം. എവിടെ നിന്നായിരിക്കും ഉസ്താദ് ഓദിപ്പിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഖുർആനിൽ നിന്ന് പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് ബഖറയുണ്ട്, ആലു ഇമ്രാനിലെ 181 ആയത്തും, ഫാത്തിഹ, ബഖറ, ആലു ഇമ്രാനിലെ 181 ആയത്ത്. ഇതാണ് നമുക്ക് പരീക്ഷയുടെ ഭാഗമായി ഖുർആനിന് വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നന്നായി ഓതി പഠിച്ചു വെക്കുക. എവിടെ നിന്ന് ചോദിച്ചാലും നല്ല രൂപത്തിൽ തന്നെ ഓതി കൊടുക്കാൻ പാകത്തിന് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ ഓതി കൊടുക്കുന്ന സമയത്ത് ഉസ്താദ് എങ്ങനെയാണ് നമുക്ക് മാർക്കിട്ട് തരിക? ഉസ്താദിന് മാർക്കിടാൻ പ്രത്യേകമായ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഖുർആൻ പരീക്ഷ പോലെയല്ല ഇനി അങ്ങോട്ടുള്ള ഖുർആൻ പരീക്ഷ ഉണ്ടാവുക. കാരണം നമുക്കറിയാം, ഈ ഒരു വർഷം 5, 6, 7, 8 എന്നീ ക്ലാസ്സുകളിലെ പുസ്തകം മാറിയതാണ്. പുസ്തകം മാറിയതിനോട് കൂടെ തന്നെ അടിമുടി എല്ലാം മാറിപ്പോയി. ഖുർആൻ പരീക്ഷ വരെ മാറി. ഒരുപാട് കാലങ്ങളായി 5 മുതൽ അങ്ങ് മേലോട്ടുള്ള ക്ലാസ്സുകൾക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് പേപ്പർ ഉണ്ടാവില്ല. ഉസ്താദിനൊരു ചോദ്യ പേപ്പർ ഉണ്ടാവും. ഉസ്താദ് അതിലെ ചോദ്യം മനസ്സിലാക്കി ഓരോ കുട്ടിയെ വിളിച്ച് ഓദിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി അങ്ങനെയല്ല, ഓരോ കുട്ടിക്കും ഖുർആൻ പരീക്ഷയ്ക്ക് ഓരോ പേപ്പർ ഉണ്ടാവും. പേപ്പറിൽ പേരെഴുതാനുണ്ടാകും. ആ പേപ്പറിൽ ഇനി എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? ഇനി നമുക്ക് ഈ കാണുന്ന ചോദ്യ പേപ്പർ നിങ്ങൾ നോക്കൂ. ഇവിടെ മഖ്റജ് എന്നുള്ളതിന് 20 മാർക്ക് നൽകിയിട്ടുണ്ട്. മഖ്റജ് എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുവിക്കേണ്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് പുറപ്പെടണം. ഇപ്പോൾ 4 അക്ഷരങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്ക്. അംസ്, ഹാ, ഐന്, അതുപോലെ തന്നെ ഹാ. ഇതൊക്കെ ചില കുട്ടികൾ ആ എന്ന് പറയും. ഐന് വന്നാലും ആ എന്നായിരിക്കും, ഹാ വന്നാലും ആ പറയും. എല്ലാം ആ എന്ന് പറയുന്നത് മഖ്റജ് ശരിയല്ലാത്തത് കൊണ്ടാണ്. ചില കുട്ടികൾക്കെല്ലാം ക എന്നായിരിക്കും. ക പറയേണ്ടടുത്ത് ക പറയണം, ക എന്ന് പറയേണ്ടടുത്ത് പുള്ളിയുള്ള കാഫ് ക എന്ന് തന്നെ പറയണം. അപ്പോൾ ഇതൊക്കെ മഖ്റജിൽ വരുന്ന വിഷയങ്ങളാണ്. ഇനി ഈ മഖ്റജിനെ അയക്കും. മഖ്റജിൽ 20 മാർക്ക് എന്നുള്ളത് 5 മാർക്കാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് തന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഇവന് ത്വഇൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 3 മാർക്ക്, കാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 5 മാർക്ക്, ഇനി ഓയിന് ശരിയായ ഉച്ചാരണം ഉണ്ടെങ്കിൽ 7 മാർക്ക്. ഇങ്ങനെ ഈ 20നെ 3-4 ചോദ്യങ്ങളാക്കും. ഇനി അതിൻ്റെ താഴെ നിങ്ങൾ നോക്കൂ, അഹ്കാം, വിധികൾ. ഇത് ആമ് ബ്യോന്ന ഉണ്ട്, ബിലാവുന്ന ഉണ്ട്, ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ് എന്നീ വിധികൾ. അതോടൊപ്പം തന്നെ മദ് നീട്ടാനുള്ള മദ്, നിർബന്ധമായി നീട്ടേണ്ട മദ്ദിന് നീട്ടേണ്ടുമ്പോൾ തന്നെ ഇത്ര കതിർ കണക്കുണ്ട്. അങ്ങനെ വിധികൾ വേറെ. അതിനെല്ലാം കൂടെ 20 മാർക്കായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇനി മാർക്ക് കൊടുക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ ചോദ്യ പേപ്പറിൽ തന്നെ വിധികൾ, ഈ നിർദ്ദേശിച്ച ആയത്തുകൾ കുട്ടി ഉസ്താദിന് ഓതി കൊടുക്കുമ്പോൾ ഇത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ, അവൻ്റെ ഓത്തിൽ ഇഖ്ഫാഇൻ്റെ ശ്രദ്ധയുണ്ടോ, അങ്ങനെയെങ്കിൽ 5 മാർക്ക്. അതുപോലെ തന്നെ അവൻ ഇഖ്ലാബിനെ പരിഗണിക്കുന്നുണ്ടോ, 5 മാർക്ക്. ഇങ്ങനെ ഈ അഹ്കാമുകളെ ഓരോ ചോദ്യങ്ങളാക്കി മാറ്റും. അപ്പോൾ ആദ്യത്തേന് 4, 8 ചോദ്യമായി. പിന്നെ 2 ചോദ്യം 10. അപ്പോൾ ചുരുങ്ങിയത് നമുക്കൊരു 10 ചോദ്യമെങ്കിലും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പഴയ രൂപത്തിൽ വെറുതെ പോയി ഓതി കൊടുക്കുന്ന ആ ഒരു ശൈലി ഇനി നടക്കില്ല. ഓരോ കുട്ടിയും ഓതി കൊടുക്കുന്ന സമയത്ത് അതാത് ഓത്തിൽ ഉള്ള നിയമങ്ങൾ, ആ പേപ്പറിലുള്ള നിയമങ്ങൾ കുട്ടി ഓത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉസ്താദ് അതിൻ്റെ നേരെ മാർക്ക് രേഖപ്പെടുത്തും. അതുകൊണ്ട് എന്താണ് കുഴപ്പം? പഴയ പോലെ നമുക്കൊരു 30, 40, 50 മാർക്ക് കിട്ടുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. മറ്റത് നമ്മൾ ഓതി കൊടുത്ത് വേഗം പോന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഓരോ കുട്ടികൾക്കും മാർക്ക് വെവ്വേറെ ഇട്ട് കൊടുക്കണം. ഇനി നോക്ക്, ഹുസ്നു സൗത്ത്, നല്ല ഉസ്താദ് ഓതി തന്ന ശൈലിയും നല്ല ശബ്ദമാധുര്യമൊക്കെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ 5 മാർക്ക് അവിടെ കിട്ടും. പിന്നെ ഇബ്തിദാ, തുടങ്ങുമ്പോൾ
പേടിച്ചിട്ട് ഔദും ബിസ്മിയൊക്കെ മറന്ന് എല്ലാം ആകെ ഹൽക്ക് ഉലാത്തായിട്ടാവരുത്. ഔദും ബിസ്മിയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓതണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറെടുപ്പ് വേണം. അതുവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് നിന്ന് പെട്ടെന്ന് വിളിക്കുമ്പോൾ ഔദും ബിസ്മിയൊന്നും മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് തയ്യാറായി ഇരിക്കുക. പിന്നെ വഖഫ് നമുക്കറിയാലോ, വഖഫ് ചെയ്യേണ്ടുന്ന അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ ചിലതിൽ ചെയ്യാൻ പറ്റില്ല, ചിലതിൽ ചെയ്യാൻ പറ്റും, ചിലതിൽ ചെയ്യലായിരിക്കും നല്ലത്, ചിലതിൽ ചെയ്യാതിരിക്കലായിരിക്കും നല്ലത്. ഇതൊക്കെ നോക്കിയിട്ട് വഖഫ് ചെയ്യുക. ഇനി വഖഫിൻ്റെ അക്ഷരങ്ങളില്ലാത്തടത്ത് കൊണ്ടുപോയി നിർത്തിയാൽ നമ്മൾ എന്താ ചെയ്യാറ്? അല്പം ബാക്കിൽ നിന്ന് എടുത്ത് ഓതുക. അപ്പോൾ അതൊക്കെ അതിൽ ചോദ്യങ്ങളിലുണ്ടാകും. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാർക്ക് കിട്ടും. അതുപോലെ തന്നെ അവസാനം എല്ലാം ഓത്ത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് സദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറയാനുണ്ട്. അതല്പം ഉറക്കെ പറയുക. ആ ചോദ്യം അതിൽ വന്നു കഴിഞ്ഞാൽ അതിന് നിർദ്ദേശം 5 മാർക്ക് ഉണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം സുക്കൂനുള്ള മീം, ആ മീമിന് ശേഷം അക്ഷരങ്ങൾ വരുന്നത് അത് ഇതിൻ്റെ നിയമങ്ങളിൽ ഇദ്ഗാം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൽഹാർ വരുന്നുണ്ട്, ഇഖ്ഫാ വരുന്നുണ്ട്, ഇഖ്ലാബ് വരുന്നുണ്ട്. ബാവ് സുക്കൂനുള്ള മീമിന് ശേഷം വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇഖ്ലാബാണ്. അതുപോലെ തന്നെ മീം വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമാണ്. ബാവും മീമും അല്ലാത്ത അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇൽഹാറാണ്. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമല്ല, ഇനി സുക്കൂനുള്ള നൂന് തൻവീന് അത് വരുമ്പോൾ അവിടെ ഇദ്ഗാം ബിഉന്ന, അതുപോലെ തന്നെ ബിലാവുന്ന. അതുപോലെ തന്നെ ഇൽഹാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൽക്കിൻ്റെ അക്ഷരം സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീന് ശേഷമോ ഹൽക്കിൻ്റെ അക്ഷരം 6 അക്ഷരം വന്നു കഴിഞ്ഞാൽ ഇൽഹാറാക്കി വെളിവാക്കി ഓതണം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ അതിൽ തന്നെ ഇഖ്ഫാ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ നമ്മൾ പൊടി തട്ടിയെടുത്ത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹിഫ്ളിൽ 50 മാർക്കും നമുക്ക്, ഖുർആനിലെ 50 മാർക്കും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ ഭാഗമൊന്ന് വായിക്കാം. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കുക എന്നാണ്. അതിൽ സൂറത്തുൽ ബലദിൽ നിന്ന് 6 മുതൽ 12 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓദിക്കാനാണ്. അതിന് 30 മാർക്ക്. ഇനി ഇത് തന്നെ ചിലപ്പോൾ 2 ചോദ്യങ്ങളായി വരും. അപ്പോൾ നമുക്ക് ഹിഫ്ളിലായിട്ട് സൂറത്ത് മനപ്പാഠമാക്കാനുള്ളത് ഒന്ന് സൂറത്തുൽ ബലദും ലാവുക്കുസ്മു ബിയാദൽ ബലദ്, പിന്നെ ഫജ്റാണ്, വൽ ഫജ്ർ വലയാലി നഷർ എന്ന ഈ 2 സൂറത്തുകളാണ്. അപ്പോൾ 2 സൂറത്തിൽ നിന്നും ചിലപ്പോൾ 3-4 ആയത്തുകൾ ചോദിക്കും, 15 ആയിട്ട്. അത് നമുക്കങ്ങനെ ഓതി കൊടുക്കാം. അതിൻ്റെ ശേഷം നിങ്ങൾ നോക്കൂ, രണ്ടാമത്തത് കുനൂത്ത്, തുടക്കം മുതൽ തബാറക്ത റബ്ബന വ തആലൈത്ത് വരെ, അതിന് 20 മാർക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച ഫിഖിഹിലെ ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെയാണ്, ദുആകളാണ് ഈ ഭാഗത്ത് വരുന്ന ചോദ്യം. അതും ഏതാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കൂടുതലായി സാധാരണഗതിയിൽ വരുന്നതും വരാൻ സാധ്യതയുള്ളതുമായ ദിക്റുകൾ, ദുആകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിർബന്ധമായും ഓരോരുത്തരും പഠിക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ബാങ്ക് കൊടുക്കുന്നത്, ഇഖാമത്ത് കൊടുക്കുന്നത്, വീട്ടിലേക്ക് കയറുന്നത്, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ ഉള്ള ദിക്റുകളുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് വെക്കുക. ഏതെങ്കിലും അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ മാർക്ക് നഷ്ടപ്പെടരുതല്ലോ. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലായിരിക്കും ഖുർആൻ്റെ പരീക്ഷ, ഹിഫ്ളിൻ്റെ പരീക്ഷ എന്ന് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടണം. അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് വേണം. ചെയ്യാതെ കാണുന്നവർ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലാഹി താങ്ക്സ് ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.